ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസത്തെ വ്ളോഗാണിത്. ഞങ്ങൾ കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് പോവുകയാണ്. ഇത് പോടന്നൂർ ജംഗ്ഷനിൽ നിർത്തിയാണ് കുറച്ച് സമയം. അങ്ങനെ നമ്മൾ കുറച്ച് നേരം പുറത്തൊക്കെ ഇറങ്ങി, പിന്നെ ട്രെയിൻ എടുത്ത് കോയമ്പത്തൂർ ജംഗ്ഷൻ എത്താറായി. അവിടെ നമ്മൾ ഒരു AC വെയിറ്റിംഗ് റൂം എടുത്തിട്ടുണ്ടായി ഫ്രഷപ്പ് ആവാനൊക്കെ. അങ്ങനെ നമ്മൾ ഫ്രഷപ്പ് ഒക്കെ ആയി പുറത്തോട്ടേക്ക് ഇറങ്ങി. ഇതാണ് കോയമ്പത്തൂർ ജംഗ്ഷൻ. അങ്ങനെ ക്ലോക്ക് റൂമിൽ ബാഗൊക്കെ വെച്ച് സെറ്റാക്കണം. നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് ഇഷയിലേക്ക് പോകാനാണ് പ്ലാൻ ഇട്ടത്. പിന്നെ കുറച്ച് കോയമ്പത്തൂരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കാനൊക്കെ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി. നല്ലൊരു വെജ് ഹോട്ടലിലാണ് കയറിയത്. മസാല ദോശയൊക്കെ കഴിച്ചു. മസാല ദോശയാണ് നമ്മൾ ഓർഡർ ആക്കിയത്. നല്ല ഉണ്ടായി, കുഴപ്പമൊന്നുമില്ല. മസാല ദോശ കിട്ടി. പിന്നെ നമ്മൾ കോഫി, ടീ അങ്ങനെ എല്ലാവരും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നേരെ ഓപ്പോസിറ്റുള്ള ഹോട്ടലിലാണ് പോയത്. അങ്ങനെ കുറച്ച് കോയമ്പത്തൂർ ഇങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പോയി, ഇങ്ങനെ നടക്കാനൊക്കെ പോയി. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ചർച്ച് കണ്ട്, നല്ല ചർച്ചായിരുന്നു. അപ്പോൾ ചർച്ചിലൊക്കെ കയറി. പിന്നെ നമ്മൾ ബ്രൂക്ക് ഫീൽഡ് മോളിലേക്കാണ് പോയത്. അത് അവിടെ നിന്ന് ഓട്ടോനാണ് പോയത്. ഒരു 80 റുപ്പീസ് ആയിട്ടുണ്ട് നമ്മൾ നിന്ന് ആ ചർച്ചിൻ്റെ ആ ഭാഗത്തു നിന്ന് അവിടത്തേക്ക് പോകുമ്പോൾ. പിന്നെ മോളിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചു. കുറച്ച് ലേറ്റായിപ്പോയി, അതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. മോളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഓട്ടോ വിളിച്ചു. 150 റുപ്പീസായി. ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. ഇതാണ് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്നാണ് ഇഷയിലേക്കുള്ള ബസ് കിട്ടുക. 14 ആണ് ബസ് നമ്പർ. 40 റുപ്പീസാണ് വരിക ഒരാൾക്ക്. 1 അവർ കഴിഞ്ഞപ്പോൾ ഇഷയിലെത്തി. 6:30 ആയപ്പോഴാണ് ഇഷയിലെത്തിയത്. 7 മണിക്കാണ് ലൈറ്റ് ഷോ തുടങ്ങുക. 7 മണി തൊട്ട് 7:30 വരെയാണ് ലൈറ്റ് ഷോ ഉള്ളത്. അതുകൊണ്ട് ഇഷയുടെ ഉള്ളിലൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. കറക്റ്റ് 7 ആയപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു. 7:30 ആകുമ്പോൾ ലൈറ്റ് ഷോ കഴിഞ്ഞ് അങ്ങനെ ഇഷ ഫൗണ്ടേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് ബസ് ഉണ്ടാകും. 40 രൂപ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷനിൽ എത്തിയിട്ട് അവിടെ നിന്ന് ബിരിയാണിയൊക്കെ വാങ്ങി. അങ്ങനെ തിരിച്ച് കോയമ്പത്തൂർ ജംഗ്ഷനിൽ നമ്മൾ ഈ റോഡേക്ക് ബസ് കയറി. 3 മണിക്കൂറാണ് വരുന്നത് ട്രാവലിങ്. എക്സൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ബസ് നിർത്തിയത്. ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്യാൻ മാത്രമേ ഉണ്ടായുള്ളൂ. അങ്ങനെ നമ്മൾ എക്സൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലെത്തി. ഇതാണ് കോളേജിലേക്ക് കയറുന്ന റോഡാണിത്. എല്ലാവർക്കുള്ള അക്കോമഡേഷൻ കോളേജ് തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്തിരുന്നു. ഇതൊരു ഹോസ്പിറ്റലാണ്. അവിടെ ഒരു വാർഡിലാണ് നമുക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തത്. നൈറ്റ് 1:30 ആയപ്പോഴാണ് എത്തിയത്. അതുകൊണ്ട് ലേറ്റായി കിടന്നുറങ്ങാൻ. രാവിലെ ഒരു 6:30 ആയപ്പോൾ എണീച്ചു. 9 മണിക്കാണ് കോൺഫറൻസ്. ഇനി റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകണം. ബ്രേക്ക്ഫാസ്റ്റ് കോളേജ് തന്നെ പ്രൊവൈഡ് ചെയ്തിരുന്നു. ഇതാണ് കോളേജ് ക്യാൻറ്റീൻ. പൂരി പൊങ്കലൊക്കെ ആയിരുന്നു കിട്ടിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കോൺഫറൻസ് നടക്കുന്ന ഹാളിലേക്ക് പോയി. കുറച്ച് നടക്കാനുണ്ടായിരുന്നു.
and reproductive issues. There is an increasing need to rediscover the power of natural and holistic approaches to reproductive health. With this vision, Excel Biomitra proudly presents a one-day continuing medical education. കോൺഫറൻസ് കഴിഞ്ഞിട്ട് പിന്നെ അവർ അറേഞ്ച് ചെയ്ത ബസ്സിൽ സ്റ്റേഷനിലേക്ക് പോയി. അപ്പോൾ ഈറോഡ് സ്റ്റേഷൻ എത്തി. നല്ല വലിയൊരു സ്റ്റേഷനാണ്. ആദ്യമായിട്ട് വരുന്ന കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പ്ലാറ്റ്ഫോമൊക്കെ കണ്ടുപിടിക്കാൻ.